ഹായ് സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വ ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ്. ഇന്നലെ എന്തായാലും ജയഭാരതി മുത്തശ്ശി അവരെ കൈയോടെ പിടികൂടിയിരിക്കുകയാണ്. അവരുടെ കള്ളത്തരങ്ങളിലൊക്കെ നല്ല സംശയം പ്രകടിപ്പിച്ച് അത് ഇനി തെളിയിക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ രാധിക പൂജാമുറിയിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ പ്രിയങ്കയും മുത്തശ്ശിയും അഴിഞ്ഞാടുന്നതെന്നും ദൈവമേ കണ്ണാ നീ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് അവരെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്? ഇത്രയും വലിയ കള്ളം പറയുന്നവരൊക്കെ എന്തിനും ഇങ്ങനെ ജയിക്കാനിങ്ങനെ സമ്മതിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ വരുണിൻ്റെ കുടുംബവും ഒക്കെ ആകെ മനസ്സൊക്കെ തകർന്ന് നിൽക്കുകയാണ്. ഇവിടെ അവരെ നാട്ടുകാരെ ഇടയിലുണ്ടായിരുന്ന അവരാ നല്ല സൽപ്പേരും എല്ലാവർക്കും നഷ്ടമായിക്കുക. അതുകൊണ്ട് ഇനിയും കൂടുതൽ പരീക്ഷണങ്ങളൊന്നും തരരുതേ, ഇനിയെങ്കിലും അവരുടെ കള്ളത്തരങ്ങളെല്ലാം മറ്റുള്ളവർക്കും കൂടി മനസ്സിലാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാധിക ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. കണ്ണൻ്റെ അനുഗ്രഹം ഇല്ലാതെ ഈ കുടുംബത്തിന് ഒരു ക്ഷാമം മോശമൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് രക്ഷിക്കണം കണ്ണാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൈയൊക്കെ കൂപ്പി ഇങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ നമ്മുടെ ബെഞ്ചമിന് നല്ല സൂട്ടും പാൻറ്റൊക്കെ ഇട്ട് നന്നായിട്ട് മാറ്റി ഒരുങ്ങി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇയാൾ നേരെ ആ എസ് ഐക്ക് വിളിക്കുകയാണ്. എസ് ഐക്ക് വിളിച്ചിട്ട് ഗുഡ് മോർണിംഗ് സർ, ഇന്ന് രാവിലെ ആ കണിമംഗലം ഓഫീസിൽ അവിടെ പുതിയ മാനേജർക്കുള്ള ഇൻ്റർവ്യൂ നടക്കുകയാണ് എന്നൊക്കെ ഈ എസ് ഐനോട് പറയാണ്. അപ്പോൾ എസ് ഐ ചോദിക്കുന്നുണ്ട്, ഓ അത് ഇന്നാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ബെഞ്ചമിൻ പറയുന്നുണ്ട്, അതെ, അതിന് മുന്നേ ഞാൻ സാറിനെ വിളിച്ച് സാറിനോട് അടുത്തുനിന്നൊരു ആശംസ കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതൊക്കെ നല്ലതല്ലേ എന്നിങ്ങനെ ബെഞ്ചമിൻ എസ് ഐനോട് ചോദിക്കുമ്പോൾ എസ് ഐ അറിയുന്നുണ്ട്, അതൊക്കെ നല്ലത് തന്നെയാണ്, എന്തായാലും പരീക്ഷണം കഴിഞ്ഞിട്ട് നീ എനിക്കൊന്ന് വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ബെഞ്ചമിൻ നല്ല കോൺഫിഡൻസിലാണ്. അതിലൊന്നും ഒരു പരീക്ഷണം ഇല്ല സാറേ, കണിമംഗലം ഗ്രൂപ്പിൻ്റെ മാനേജർ പദവിക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും. എന്നെക്കാട്ടിലും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും എക്സ്പീരിയൻസ് ഉള്ളവരും എല്ലാവരും ഉണ്ടാവും, പക്ഷേ അവർ മാനേജർ ആക്കുന്ന എന്നെ കാരണം നല്ല കോൺഫിഡൻസ് തന്നെ ഇങ്ങനെ ഇയാളോട് പറയുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിനക്ക് അത്രയ്ക്ക് ഉറപ്പിലാണോ എന്നൊക്കെ ഈ എസ് ഐ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ എസ് ഐ പറയുന്നുണ്ട്, എടോ നിൻ്റെ കോൺഫിഡൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് കുറച്ച് സംശയമുണ്ട്, ഇതൊക്കെ നടപ്പിലാകുമോ എന്നൊക്കെ ഇങ്ങനെ ഈ എസ് ഐ പറയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു സാറേ, എന്നെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കരിങ്കൽഭിത്തിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടാലും അതൊക്കെ തിരഞ്ഞു പിടിച്ച് കണ്ടെത്താനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മുന്നിൽ ചെന്ന ബെഞ്ചമിനെ അവരൊന്ന് തൃപ്തിപ്പെടുത്തണം, അത്ര ഒരു സിമ്പിൾ കാര്യമല്ലേ, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇയാൾ ഭയങ്കര കോൺഫിഡൻസിലാണ് സംസാരിക്കുന്നത്. എന്തായാലും ഇയാൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്, അത്രയും കോൺഫിഡൻസിൽ അയാളെ വിശ്വസിച്ചിരിക്കുകയാണ് ഈ വരുണ്. അപ്പോൾ എസ് ഐ അയാൾ ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും വഴിപാട് എന്തെങ്കിലും ചെയ്തോ? കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നേ ചിലരൊക്കെ വഴിപാടൊക്കെ ചെയ്യില്ലേ, അതേപോലെ എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഇയാൾ ചോദിക്കുന്നുണ്ട്. അതിലും വലിയ കാര്യം തന്നെയാണ്, ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അത് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവരെൻ്റെ പേര് സെലക്ട് ആവുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ എന്തോ അർത്ഥം വെച്ചിങ്ങനെ ബെഞ്ചമിന് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ എസ് ഐ ചോദിക്കുന്നുണ്ട്, എടോ താൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇയാൾ പറയുന്നത്, അതൊക്കെ വിട്ടേക്ക്, അതൊക്കെ വയ്യെ കാണാം, എന്തായാലും എൻ്റെ അടുത്ത കോഡ് കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജർ എന്നായിരിക്കും എന്നൊക്കെ ഇയാളോട് പറയാണ്. അപ്പോൾ എസ് ഐ അറിയണ്ട്, ഇതൊക്കെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ്, ഞാൻ എൻ്റെ കടമ ചെയ്യാം, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാണ്ട് അവനെ വിഷ് ചെയ്യാണ്. ബെഞ്ചമിന് താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഓഫീസിലേക്ക് പോവാണ്. അതേസമയം നമ്മുടെ വരുണുണ്ട് ഓഫീസിലിങ്ങനെ വന്ന് കാറൊക്കെ ഒരു സൈഡ് പാർക്ക് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാവും ബെഞ്ചമിൻ ഇങ്ങനെ നടന്നു പോണ്. അവൻ വരുൺ പറയുന്നുണ്ട്, ഇതാ ബെഞ്ചമിൻ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ. അപ്പോൾ ഇവൻ അയാളുടെ അടുത്തേക്ക് പോകാൻ നേരത്ത് ഒരു കാർ ഇങ്ങനെ ബെഞ്ചമിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഒരു ഡ്രൈവർ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഡോറൊക്കെ തുറന്ന് കൊടുക്കുന്നുണ്ട് ഒരാൾക്ക്. അപ്പം കാറിൽ നിന്നൊരു സൂട്ടും കോട്ടും ഒക്കെ ഇട്ടാണ്ട് ഒരു റിച്ച് ലുക്കിൽ ഒരാളിങ്ങനെ ഇറങ്ങിയിട്ട് നേരെ ബെഞ്ചമിൻ്റെ അടുത്തേക്ക് പോയിട്ട്, ഇവിടെ നീ എന്ത് ചെയ്യാൻ നീ എന്നൊക്കെ പറയുമ്പോൾ ബെഞ്ചമിൻ പറയുന്നുണ്ട്, പപ്പയ്ക്ക് ഇപ്പോൾ എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഇവന് ഒരാളെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പപ്പ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവന് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ്, പക്ഷെ അവന് സാധാരണക്കാരെ പോലെ ജീവിക്കാനാണ് ആഗ്രഹം എന്നുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേക്കാണ് ബെഞ്ചമിന്. ഇയാളിങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഈ തെരുവിൽ കിടക്കുന്നവരൊക്കെ എങ്ങനെ സഹായിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ബെഞ്ചമിൻ പറയുന്നുണ്ട്, അതൊന്നും പപ്പ അന്വേഷിക്കണ്ട എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും എന്തായാലും പപ്പയ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല, കാരണം നിനക്ക് കോടാനുകൂടി സമ്പത്ത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം കൂടി നോക്കി നടത്താനാണ് ഞാൻ നിന്നെ വിചാരിച്ചത്, പക്ഷേ എൻ്റെ മകൻ അതിന് പകരം ഒരു തിരുവതണ്ടിയാകുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ ഇയാളിങ്ങനെ പറയാണ്. അപ്പം ബെഞ്ചമിൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ ആ സ്വത്തുക്കളൊക്കെ നോക്കി നടത്തുകയാണെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല, എന്തിന് കുറേ മണിമാളികകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ,
അവിടെ നിന്ന് എനിക്കൊരു നേരം മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഇയാൾ വീമ്പ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൂട്ടും കൂട്ടൊക്കെ ഇട്ട് വന്ന് ഈ പപ്പ പറയുന്നുണ്ട്, "ആ, ഈ കാര്യത്തിലൊക്കെ നീ ഒരു കാലത്ത് ഖേദിക്കും. ഇത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് പണമാണ്. അത് നീ ഒരു കാലത്ത് തിരിച്ചറിയും." എന്നൊക്കെ ഇയാൾ ബെഞ്ചമിനോട് ഇങ്ങനെ പറയാണ്. അപ്പോൾ ബെഞ്ചമിൻ പറയാണ്, "ആ, പണമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ള ചിന്ത എന്തായാലും എൻ്റെ മനസ്സിലേക്ക് വരാൻ പോകുന്നില്ല. അങ്ങനെ വരുന്നതിനേക്കാളും നല്ലത് ചാകുകയാണ്." എന്നൊക്കെ ഇങ്ങനെ ഇയാൾ പറയുമ്പോൾ ആ അപ്പായി വന്ന ഇയാൾ പറയുന്നുണ്ട്, "ബെഞ്ചമിൻ" എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യണം ഇവനെ. അവൻ ബെഞ്ചമിൻ പറയുന്നുണ്ട്, "സോറി പപ്പ, ഇവിടെ ഒരു സീനൊന്നും ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്തായാലും ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ നിന്നൊരു സൗണ്ടും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല." എന്നൊക്കെ ഈ ബെഞ്ചമിന് ഇയാളോട് പറയുമ്പോൾ അയാളെ കൂടെയുള്ള ആ ഒരു ആൾ പറയുന്നുണ്ട്, "എന്താ ബെഞ്ചമിൻ നീ പറയുന്നത്? ഇത്രയും സ്ഥാപനങ്ങളുടെ ഉടമയായിട്ട് നീ എന്തിനാ വേറൊരു കമ്പനിയിൽ കൂലിക്ക് പോകുന്നതെന്നൊക്കെ ഇയാളിങ്ങനെ ചോദിക്കണ്." അപ്പം ബെഞ്ചമിൻ പറയുന്നുണ്ട്, "തൽക്കാലം എനിക്കൊരു ജോലി വേണമെന്ന് തോന്നി, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ വേണ്ടിയിട്ട്." എന്നൊക്കെ ബെഞ്ചമിൻ ഇങ്ങനെ ഒരു ദേഷ്യത്തിൽ ഇയാളോട് ഇങ്ങനെ സംസാരിക്കണ്. "എൻ്റെ ഭക്ഷണത്തിനുള്ള പൈസ മാത്രമേ ഞാൻ അതിൽ നിന്ന് എടുക്കുള്ളൂ, ബാക്കി എനിക്ക് കിട്ടുന്ന എല്ലാം ഞാൻ ഈ നാട്ടിലെ പാവങ്ങൾക്ക് ഈ കാര്യം കൊടുക്കുക." എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവന് പപ്പായി വന്ന ഇയാളിങ്ങനെ ചൂടാവുകയാണ്. "നീ എന്താടാ, നീ ആരാടാ, യേശു ക്രിസ്തു ആണോ, അതെങ്കിൽ ശ്രീനാരായണ ഗുരു?" എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ബെഞ്ചമിൻ പറയുന്നുണ്ട്, "പപ്പയ്ക്ക് എപ്പോഴും എന്നെക്കുറിച്ച് ആലോചിച്ച് പരിഹാസമാണ്. കാരണം പപ്പ എപ്പോഴും ആളുകളെ ഈ പണത്തിൻ്റെ അളവിലാണ് അളക്കുന്നത്. മനുഷ്യത്വത്തിൻ്റെ പേരിലൊന്നല്ല പപ്പ ഓരോരുത്തരെ അളക്കുന്നത്. പിന്നെ പപ്പ ഈ ഉണ്ടാക്കി വെച്ച സ്വത്തിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പണം അതുപോലെയല്ല. സ്നേഹം, ജനസമ്പർക്കം, അതേപോലെ സഹായങ്ങൾ, ഇതുപോലെയൊക്കെ ഞാൻ നിങ്ങളെക്കാട്ടിലും കൂടുതൽ വലിയ വലിയ കാര്യങ്ങളാണ് ഉണ്ടാക്കി വെച്ചത്." എന്നൊക്കെ ഭയങ്കര നന്മമരായിട്ട് ബെഞ്ചമിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരുണാണെങ്കിൽ ഇതെല്ലാം അങ്ങനെ അപ്പുറത്ത് നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം വരുണിൻ്റെ മനസ്സിലിങ്ങനെ ഒരു തൃപ്തിയൊക്കെ വരുന്നുണ്ട്. ഇവനെ ആലോചിച്ച് മുഖത്തൊക്കെ ഭയങ്കര ഒരു പുഞ്ചിരിയൊക്കെ വരികയാണ്. അപ്പോൾ ഈ ബെഞ്ചമിൻ പറയുന്നുണ്ട്, വിശന്ന് വലഞ്ഞ് നിൽക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ അയാളെ മനസ്സിൽ നിന്ന് വരുന്ന ആ പുഞ്ചിരി ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും മനസ്സ് നിറക്കുന്ന ഒരു കാര്യം വേറെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ ബെഞ്ചമിന് ഈ ഡാഡിനോട് പറയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ അന്വേഷിച്ച് ഇങ്ങനെ വരരുത് പപ്പ എന്നൊക്കെ ഇങ്ങനെ ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ തിരിച്ച് ബെഞ്ചമിനോട് പറയണേ, "ബെഞ്ചമിൻ, നിന്നെ അന്വേഷിച്ചിട്ടുള്ള അവസാനത്തെ വരവായിരുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരില്ല. നിനക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നീ പറഞ്ഞും ചെയ്ത്, ഞാൻ എനിക്ക് പറയാനുള്ളതും പറഞ്ഞ്. പിന്നെ നീ ഇനി ഏതൊരവസ്ഥയിലായാലും ഇനി ഒരിക്കലും നീ അങ്ങോട്ട് വരണമെന്നില്ല. അതെന്തായാലും നീ ഏതൊരവസ്ഥയിലാണെങ്കിലും ഇനി നീ അങ്ങോട്ട് വരണ്ട." എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പപ്പ കാറെടുത്ത് ഇങ്ങനെ പോവുകയാണ്. അവൻ വരുൺ ഇതൊക്കെ കണ്ടിട്ട് അവന് ഭയങ്കര തൃപ്തിയൊക്കെ വരികയാണ് ഇയാളെക്കുറിച്ച് ആലോചിച്ചിട്ട്. എന്നിട്ട് ഇവനും കാറിൽ കയറി ഇങ്ങനെ പോവാണ്. അവൻ വരുണ് പോയി എന്ന് ബെഞ്ചമിന് മനസ്സിലാക്കുമ്പോൾ ബെഞ്ചമിൻ്റെ മനസ്സിൽ ഒരു നല്ല സാറ്റിസ്ഫാക്ഷന്, മുഖത്തൊക്കെ ഒരു പുഞ്ചിരി വരികയാണ്. കാരണം അയാൾ വിചാരിച്ച പ്ലാനിങ് എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന്. അപ്പം നേരെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവനിങ്ങനെ നിൽക്കുമ്പോൾ നേരെ പോയ പപ്പ ഇവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, "സാറേ, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ?" എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ബെഞ്ചമിൻ പറയുന്നുണ്ട്, "കൊള്ളാടാ, നന്നായിട്ടുണ്ട്. ഇനി ഒരു അത്യാവശ്യം വന്നാൽ തനിക്ക് എൻ്റെ അപ്പനും ആകുക." എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ ഇയാളിങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ കണിമംഗലത്ത് നമ്മുടെ പത്മിനിയും സുകുമാരി മുത്തശ്ശിയും ജയഭാരതി മുത്തശ്ശിയും രാധികയും കൂടി ഇങ്ങനെ പുറത്തിങ്ങനെ അവരുടെ ആ പഴയ ഒരു വീടിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് പറയുന്നുണ്ട്, "ഇതൊക്കെ ഒന്ന് പൊളിച്ചിട്ടേ നമുക്ക് ഒരു പഴയ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാക്കുക, അല്ലെങ്കിൽ ഉണക്കാൻ വസ്ത്രങ്ങളൊക്കെ ഉണക്കാനുള്ള ഇടുക. എന്തായാലും ഒരു ആ പഴയ കോൺട്രാക്ടറെ വിളിച്ചിട്ട് ഇതൊന്ന് ലെവലാക്കാൻ പറയണം." എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ആ പഴയ വീടൊക്കെ നോക്കി ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ മുറ്റത്ത്. സുകുമാരി മുത്തശ്ശിയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പുറത്തൊക്കെ നോക്കിക്കാണ്. അപ്പോൾ ഇവരിങ്ങനെ എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്ന പോലെ ഇങ്ങനെ സുകുമാരി മുത്തശ്ശിക്ക് തോന്നുകയാണ്. അപ്പോൾ ഇവർക്ക് എന്തായിരിക്കും ഇപ്പോൾ അവിടെ പരിപാടി, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. സുകുമാരി മുത്തശ്ശിയുടെ വിചാരം വേണമെങ്കിൽ ഇവർക്കെതിരെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമായിരിക്കും എന്നുള്ള ആ ഒരു ചിന്താഗതിയൊക്കെയാണെന്നാണ് തോന്നുന്നത്. സുകുമാരി മുത്തശ്ശി ഒരു കുടത്തിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ കുടിക്കുമ്പോൾ ഉണ്ടാകും ജനവാതിൽമേൽ ഒരു വെളിച്ചെണ്ണയുടെ കുപ്പി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവളുടെ മനസ്സിൽ എന്തോ ഒരു കുരുട്ടുബുദ്ധി വന്നിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, ഈ മരുമകളുടെയും അമ്മായിമ്മയുടെയും മുത്തശ്ശിയുടെയും ഒത്തൊരുമ കാണുമ്പോൾ തന്നെ മനസ്സിൽ നിന്നൊരു തീ ഇങ്ങനെ കയറി വരികയാണല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് ആ വെളിച്ചെണ്ണ കുപ്പി എടുത്തിട്ട് നേരെ പുറത്ത് പോയിട്ട് അവിടെ സ്റ്റെപ്പിൽ കൊണ്ടുപോയി ഒഴിക്കുകയാണ്. ആ കുപ്പിയിലുള്ള എണ്ണ മൊത്തം ഇവർ ആ സ്റ്റെപ്പിലേക്ക് അങ്ങനെ ഒഴിച്ച് കളയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അപ്പുറത്തുള്ള മുത്തശ്ശിയും രാധികയും പത്മിനിയും ഒന്നും കാണുന്നില്ല. അവരങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് ആ പഴയ വീടിന് നോക്കിയിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് തിരിഞ്ഞൊന്നും കാണുന്നില്ല.
പാവങ്ങൾ ഈ 3 എന്തായാലും ഇതിലൂടെ തന്നെ ആയിരിക്കും തിരിച്ചു വരുന്നത്. ആ 3 ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇവിടെ ഒന്ന് തലയടിച്ച് വീഴണേ ഈശ്വരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുകുമാരി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് വേഗം പോയിട്ട് ആ വെളിച്ചെണ്ണ കിച്ചണിൽ വെച്ച് അവിടെ അറിയാത്ത പോലെ നിൽക്കുകയാണ്. ആ സമയത്ത് പ്രിയങ്ക അങ്ങോട്ട് മുത്തശ്ശീൻ്റെ അടുത്തേക്ക് വന്നിട്ട് മുത്തശ്ശി എവിടെ എല്ലാവരും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സുകുമാരി അവളോട് ചോദിക്കുന്നു നിനക്ക് എന്തിനാ അവരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അതേ ഞാൻ ഇന്നലെ ആ രാധിക ചേച്ചി ആഭരണപ്പെട്ടി തുറന്നപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ആഭരണം കണ്ട് ഞാനതെങ്ങാനും അവളോടൊന്ന് ചോദിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി അറിയുന്നുണ്ട് നീ ഇപ്പം ചോദിച്ചാൽ അവൾ അങ്ങോട്ട് എടുത്തു തരും, അവൾ നിനക്ക് ആഭരണം തരാൻ പോവല്ലേ എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക അറിയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി, എനിക്ക് ബുദ്ധിയില്ലല്ലോ, ഞാൻ ബുദ്ധിയില്ലാത്തൊരു കൊച്ചല്ലേ, അപ്പോൾ ചേച്ചി വേഗം എടുത്ത് തരുമെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ സുകുമാരി അറിയണ്ട എനിക്ക് തോന്നുന്നൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക അറിയും എൻ്റെ പൊന്നു മുത്തശ്ശി മുത്തശ്ശി നോക്ക് ആ രാധിക എനിക്ക് ആഭരണം തന്നാലും മുത്തശ്ശി അത് കൊണ്ടുപോയിട്ട് വിറ്റോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാരിക്കൊന്ന് എനർജിയാണ്. അപ്പോൾ സുകുമാരി അറിയും അത് കൊള്ളാം. അപ്പം സുകുമാരി അറിയണ്ടേ നീ അങ്ങോട്ട് കരഞ്ഞോണം, ആഭരണപ്പെട്ടി തുറന്നിട്ട് അത് കിട്ടാതെ നീ കരച്ചിൽ നിർത്താനേ പാടില്ല, നിർത്താതെ തന്നെ മാലയ്ക്ക് വേണ്ടിയിട്ട് നീ കരഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നൊക്കെ ഈ പ്രിയങ്കനോട് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ പ്രിയങ്ക അറിയും ഇല്ല മുത്തശ്ശി അതെന്തായാലും ഞാൻ തന്നെ വാങ്ങിച്ചിരിക്കും എന്നൊക്കെ അങ്ങനെ പറയണേ. എന്നിട്ട് ഇവളിങ്ങനെ തിരിയുമ്പോൾ ഉണ്ടാവും ഇവർ പുറത്ത് 3 പേരും ഇങ്ങനെ സംസാരിക്കണേ. അപ്പോൾ ഇവൾ പറയും ഇതേ ചേച്ചി ഞാൻ ഇപ്പം തന്നെ ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്ക ഒറ്റ പോക്കങ്ങ് പോവാണ്. അപ്പം മുത്തശ്ശി ആദ്യം ഒന്നും ഇങ്ങനെ പൊക്കോട്ടെ എന്നുള്ളൊരു ധാരണയിൽ നിൽക്കും, പിന്നെ ആയിരിക്കും മുത്തശ്ശിക്ക് ഓടും സ്റ്റെപ്പിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച കാര്യം. അപ്പം വേഗം ഇടി അവിടെ നിൽക്കാനേ എന്ന് പറഞ്ഞിട്ട് അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി അവളെ പിറകെ പോവാണ്. ഇവൾ മുത്തശ്ശി വിളിക്കുന്നൊന്നും കേൾക്കാതെ ഒറ്റ ഓട്ടം വെച്ച് എടുക്കണം, വേഗം ഓടി നേരെ ആ സ്റ്റെപ്പിൽ ചവിട്ടി സ്ലിപ്പായി അങ്ങനെ കുത്തിച്ചാടി ആ സ്റ്റെപ്പിൻ്റെ അവിടുന്ന് മുറ്റത്തേക്കാണ്ട് വീയാണ്. ഇവൾ അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് നിലവിളിക്കുകയാണ്. എന്തായാലും ചക്കിന് വെച്ചത് കൊക്കിന് തന്നെ കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ മുത്തശ്ശിയാണെങ്കിൽ പിറകിലോ അവളെ പിന്നാലെ ഓടി വരികയാണ്. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല, അവൾ അതിന് മുന്നേ തന്നെ ചക്ക വീണ പോലെ വീണിരിക്കുകയാണ്. അപ്പോൾ ഇവളെ നിലവിളി കേട്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയാണ്. അയ്യോ മുത്തശ്ശി എൻ്റെ എനിക്ക് വേദനിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും പേച്ചിലൊക്കെ വെക്കുകയാണ്. ആ സമയത്ത് രാധികയും പത്മിനിയും മുത്തശ്ശിയും കൂടി എല്ലാവരും ഓടി വരികയാണ് ഇവരെ നിലവിളി കേട്ടിട്ട്. അവൻ പ്രിയങ്ക മുത്തശ്ശി എൻ്റെ പൊട്ടിയെന്നാണ് തോന്നുന്നത്, എൻ്റെ വയറൊക്കെ വേദനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവരെല്ലാവരും ഓടി വന്ന് അവളെ പിടിച്ച് എണീപ്പിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പം മുത്തശ്ശി എനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി എഴുന്നേക്കടി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അവൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് പത്മിനി ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാവും സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ ചിന്തിരിക്കുകയാണ്. അവൻ പത്മിനി ചോദിക്കുന്നത് ഇതെന്താ വെളിച്ചെണ്ണയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് ഒഴിച്ചതെന്നൊക്കെ ഇങ്ങനെ പത്മിനി പറയുമ്പോൾ സുകുമാരി ഒന്ന് പതറാണ്. പക്ഷേ സുകുമാരി അറിയാം എനിക്കറിഞ്ഞൂടാ, നിങ്ങൾ എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒഴിച്ചതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സുകുമാരി പറയാണ്. അപ്പോൾ പത്മിനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശി നിങ്ങൾ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളൊന്നും പറയരുത്, ഞാനും അമ്മയും രാധികയും ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്, ഇതുവരെ ഞങ്ങൾ അവിടെ പുറത്തല്ലായിരുന്നോ, പിന്നെ ഞങ്ങളെങ്ങനെ ഇവിടെ വന്നിട്ട് ഒഴിക്കുക എന്നൊക്കെ ഇങ്ങനെ പത്മിനി പറയാണ്. അപ്പോൾ രാധികക്ക് ഇങ്ങനെ ഒരു ബുദ്ധി ഉദിക്കുകയാണ്. കാരണം പ്രഗ്നൻ്റ് ആയൊരു പെണ്ണ് അവിടെ സ്ലിപ്പായില്ലേ, അപ്പോൾ പിന്നെ ഡോക്ടറെ കാണിക്കണം നിർബന്ധമായിരിക്കും എന്നുള്ളൊരു ബുദ്ധിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവൾ നേരെ മുത്തശ്ശീനോട് ഇങ്ങനെ നമ്മുടെ ജയഭാരതി മുത്തശ്ശീനെ ഇങ്ങനെ നോക്കിയിട്ടൊന്ന് ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട്. അപ്പം രാധിക അറിയും മുത്തശ്ശി അവളെ എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേൽപ്പിക്കാൻ നോക്ക് എന്നൊക്കെ പറയുമ്പം പ്രിയങ്ക എണീക്കണമെന്നല്ല, പ്രിയങ്ക അറിയുന്നുണ്ട് മുത്തശ്ശി എൻ്റെ വയറിൻ്റെ സൈഡൊക്കെ വേദനിക്കുന്നുണ്ട് എൻ്റെ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ നിലവിളിക്കണം. എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് വേദന വരികയാണ് എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി ഇങ്ങനെ എൻ്റെ പൊന്നു മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുമുണ്ട്. ആ സമയത്ത് വരുണിൻ്റെ അച്ഛൻ അങ്ങോട്ട് വരികയാണ്. എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ബഹളം കേട്ടിട്ട് അങ്ങോട്ട് വരികയാണ്. അപ്പം മുത്തശ്ശി അറിയൻ്റെ പ്രിയങ്ക ഇവിടെ വീണെന്ന് അതിൻ്റെ കരച്ചിലാണ്, അവൾക്ക് എഴുന്നേൽക്കാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എന്നിട്ട് എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, അവളെ എത്രയും പെട്ടെന്ന് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്കി എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ അവരോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ സുകുമാരി അറിയണ്ടേ അയ്യോ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകാൻ നോക്കണ്ടേ, ഇതൊക്കെ ഇപ്പം മാറിക്കോളും, അവിടെ കഷ്ടപ്പെട്ട് അങ്ങോട്ടൊന്നും കൊണ്ടുപോകണ്ടെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞ് വീണ്ടും ഇങ്ങനെ രാധികനല്ല പ്രിയങ്കനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ അവൾക്കാണെങ്കിൽ എഴുന്നേൽക്കാനേ വയ്യ, അവൾ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. മുത്തശ്ശി വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ടോ എൻ്റെ പൊന്നു മോളെ എഴുന്നേൽക്ക് മോളെ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി സാരമില്ല എനിക്ക് പറ്റാഞ്ഞിട്ടാണ്, എനിക്ക് കഴിയുന്നില്ല എണീക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അധികം നമ്മുടെ ജയഭാരതി മുത്തശ്ശി ഇങ്ങനെ എല്ലാം നോക്കി കണ്ടിട്ട് ഇങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ കൂട്ടി വെച്ചിരിക്കുന്നുണ്ട്. ആ
അപ്പം നമ്മുടെ ജയഭാരതി മുത്തശ്ശി അറിയും, അതേ ആശുപത്രി കൊണ്ടുപോകാതെ എന്തായാലും പറ്റത്തില്ല, അതിനു വേണ്ടിയിട്ട് എന്തായാലും സുകുമാരി തർക്കത്തിന് നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ രാധികയും മുത്തശ്ശിയുടെ കൂടെ കൂടുകയാണ്. അത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ഇവളും മുത്തശ്ശിനെ നല്ല സപ്പോർട്ട് ചെയ്ത് പറയാണ്. സുകുമാരി അറിയുന്നുണ്ട്, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ അങ്ങനെ പറയാണ്. അവർ ആദ്യം അറിയണ്ട, അത് ശരിയാവില്ലല്ലോ, അവളെ വയറ്റിലുള്ള കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലേ മുത്തശ്ശി എന്തായാലും ഇവിടെ ഉള്ളവരെയാണ് പറയുക, അതുകൊണ്ട് എന്തായാലും കൊണ്ടുപോകണമെന്ന് രാധികയും പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് വരുണിൻ്റെ അച്ഛൻ അവിടെ നിന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. തർക്കൊന്നും വേണ്ട, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാനല്ലേ പറഞ്ഞത്, അതനുസരിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ രാധിക അറിയണ്ട അതേ എന്നൊക്കെ അങ്ങനെ പറയാണ്. പക്ഷേ സുകുമാരി വിട്ടുകൊടുക്കണില്ല. സുകുമാരി അറിയണ്ട്, ഞാൻ എന്തായാലും സമ്മതിക്കില്ല, എൻ്റെ മോളെ എങ്ങോട്ടും കൊണ്ടുപോകണ്ട, എനിക്ക് നിങ്ങൾ അത്ര വിശ്വാസമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ സുകുമാരി പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അടവൈക്കാരെന്നൊക്കെ അച്ഛന് നേരെ മുത്തശ്ശനോട് പറയാണ്. എന്നിട്ട് അച്ഛന് നേരെ രാധികനോട് പറയുന്നുണ്ട്, മോളെ രാധിക നേരെ ആംബുലൻസ് വിളിക്ക്, അവർ വരുമ്പോഴേ അവരെ കൂടെ അറ്റൻഡർമാരുണ്ടാവും, അവർ കൊണ്ടുപോയിക്കോളും ഇവളെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നാൽ പിന്നെ കണിമംഗലത്തുകാരെന്തെങ്കിലും ചെയ്തു എന്നുള്ള പേടിയില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ സുകുമാരി ഇതൊക്കെ കേട്ടിട്ട് വിട്ടു കൊടുക്കുന്നില്ല. സുകുമാരി അറിയണ്ട, വേണ്ട വേണ്ട വേണ്ട, ഞാനേ അങ്ങനെയാണെങ്കിൽ എൻ്റെ മകളെ ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം ആശുപത്രിക്ക്, ഒരാളും അക്കാര്യത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ സുകുമാരി പറയുന്നത്. അതൊക്കെ കേട്ടിട്ട് രാധിക എന്തായാലും മുത്തശ്ശീൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഇവരുടെ കള്ളത്തരം കൺഫേം ആക്കുകയാണ്. ആ സമയത്ത് പത്മിനി അറിയണ്ട, ഇതേ നോക്ക്, നിങ്ങൾക്ക് വാശി കാണിക്കാനുള്ള സമയമല്ല ഇത്, ഞങ്ങൾ ഇത്രയൊക്കെ സഹിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് ചില സമയത്ത് കേൾക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പത്മിനി പറയാണ്. പക്ഷേ സുകുമാരി അതൊന്നും കേൾക്കാത്ത മട്ടിലാണ്. സുകുമാരി പെട്ടെന്ന് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് അവിടെ നിന്ന് എണീപ്പിക്കണം എന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാധിക അറിയണ്ടേ, എൻ്റെ അനിയത്തിനെ ഞാൻ കൊണ്ടുപോയിക്കൊല്ലോ ഹോസ്പിറ്റലിലേക്ക്, എന്തായാലും അതിനു വേണ്ടി നിങ്ങളാരും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ രാധികയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രാധിക നേരെ പ്രിയങ്കര അങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നിൽക്കുമ്പോൾ മുത്തശ്ശി വിട്ടിട്ടി അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കയറി ചൊറിയാണ്. എൻ്റെ കൊച്ചിനെ വിടടി, എനിക്ക് ഇവളെ നോക്കാൻ വേറെ ഒരാളുടെ സഹായമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രാധികൻ അവളെ ഒന്ന് പിടിക്കാൻ പോലും സമ്മതിക്കാതെ ഇങ്ങനെ തട്ടിയെടുക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് അച്ഛന് ദേഷ്യം വരുന്നുണ്ട്. അച്ഛൻ പറയുന്നത്, സുകുമാരിയമ്മ എന്നൊക്കെ വിളിച്ചിട്ട് അവരായിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. മര്യാദക്ക് പറയുന്ന അനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ ഇങ്ങനെ അച്ഛന് ഷൗട്ട് ചെയ്യുമ്പോൾ സുകുമാരിയമ്മ അങ്ങനെ ഒരു പേടിച്ച് അങ്ങനെ അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് നേരെ രാധികയൊക്കെ വന്നിട്ട് അവളെ എഴുന്നേൽപ്പിക്കുകയാണ്. എന്തായാലും ഇപ്രാവശ്യം അവർ മിക്കവാറും ആ ഹോസ്പിറ്റലിലേക്ക് അവളെയും കൊണ്ട് പോകുന്നതാണ് തോന്നുന്നത്. അവരെ കള്ളി എന്തായാലും വിളിച്ചെത്താനുള്ള ചാൻസ് കൂടുതലാണ് ഗൈസ്. ഇവളെ നമ്മുടെ ജയഭാരതി മുത്തശ്ശിയും രാധികയും കൂടി കൊണ്ട് തോളിലൊക്കെ അങ്ങനെ കൈയൊക്കെ പിടിച്ച് അവളെ താങ്ങിക്കൊണ്ട് ഇങ്ങനെ പോവാണ്. സുകുമാരി മുത്തശ്ശിയാണെങ്കിൽ ഇവരെ പിറകെ എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ കൂടുകയാണ് ഗൈസ്. പ്രിയങ്കയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്, എൻ്റെ നടുവെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം വെക്കുകയാണ്. ഇവരെല്ലാവരും കൂടി നേരെ കാറിൽ അവളെ ആക്കുകയാണ്. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് ഒരു ഡ്രൈവറെ വണ്ടി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അവളെ വണ്ടിക്ക് കയറ്റാണ്. സുകുമാരി മാക്സിമം ട്രൈ ചെയ്തിട്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നേരെ പ്രിയങ്കനെ കാറിൽ കയറ്റിയാണ്. കാറിൽ കയറ്റിയിട്ട് രാധികയും കയറുന്നുണ്ട്. അവൻ ജയഭാരതി മുത്തശ്ശി അറിയുന്നുണ്ട്, ഞാൻ എന്തായാലും അവളെ കൂടെ കൂടിയിട്ട് വരാം എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി വേഗം കാറിൽ കയറാൻ ഓടുകയാണ്. അവൻ കാറിൽ കയറാൻ നിന്നപ്പോൾ സുകുമാരി മുത്തശ്ശിനോട് ജയഭാരതി പറയുന്നുണ്ട്, അങ്ങനെ താങ്കൾ വരണം എന്നില്ല, ഞങ്ങൾ തന്നെ പോയിട്ട് കൊണ്ടുവരാം, നിങ്ങൾ അങ്ങനെ റിസ്ക് എടുക്കേണ്ട എന്നൊക്കെ അങ്ങനെ പറയാണ്. പക്ഷേ സുകുമാരി മുത്തശ്ശി സമ്മതിക്കുന്നില്ല. സുകുമാരി അറിയുന്നുണ്ട്, നിങ്ങൾ മാത്രമായിട്ട് എൻ്റെ കൊച്ചിനെയും കൊണ്ട് പോകണ്ട, ഞാനും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഡോറ് തുറന്നിട്ട് അകത്തേക്ക് കയറുകയാണ്. എന്തായാലും നമ്മുടെ ജയഭാരതി മുത്തശ്ശിയും രാധികയും കൂടി പിന്നെ സുകുമാരി എന്തായാലും അവരെ കൂടെ കൂടിയിട്ടുണ്ട്. നേരെ ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ്. അവർ പോയ ശേഷം പത്മിനി നേരെ വരുണിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ ചാടുക എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇപ്പോൾ സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ അച്ഛനൊന്നും ഓടുന്നില്ല. അച്ഛൻ ചോദിച്ചു, എന്താണ് നീ പറഞ്ഞത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് പത്മിനിനോട്. നിങ്ങളൊന്ന് വന്ന് നോക്കി, ആ പുറത്തേക്കുള്ള വയൽ ഫുള്ള് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്, അതാ സുകുമാരി അമ്മയുടെ പണി തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അത് പിന്നെ ഞങ്ങൾ 3 പേരും ഇവിടെ അടുക്കളയിൽ പുറത്ത് നിൽക്കുകയാണ്, അപ്പോൾ അത് ഞങ്ങൾ 3 ആളെയിൽ ഒരാളെ ലക്ഷ്യം വെച്ച് ചെയ്തതാണ്, അതിലെന്തായാലും ഒരു സംശയവുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എന്തൊരു നാശം പിടിച്ച സ്ത്രീയാണിത് എന്നൊക്കെ ഇങ്ങനെ. അത്രയും സ്വഭാവം കെട്ട ഒരാളെ വേറെ കണ്ടിട്ടില്ല. ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഇതും ആവത്തില്ല എന്നൊക്കെ പറയുമ്പോൾ പത്മിനി അറിയുന്നുണ്ട്, ഞാനും അത് ആലോചിക്കുന്നത്, വയറടിച്ച് വീണു എന്നൊക്കെയാണ് പറയുന്നത്, ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ആകെ പേടിയാവുന്നു എന്നൊക്കെ ഇങ്ങനെ പത്മിനിയും പറയുന്നുണ്ട്. എന്തായാലും ഒന്നും സംഭവിക്കാൻ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരിങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കാറിൽ. പ്രിയങ്കയാണെങ്കിൽ സുകുമാരി മുത്തശ്ശിയുടെ മടിയിൽ ഇങ്ങനെ തല വെച്ചിട്ട് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അയ്യോ മുത്തശ്ശി എനിക്ക് പേടിയാവുന്നു, മുത്തശ്ശി എനിക്ക് വയറുവേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് കാറിൻ്റെ ഉള്ളിൽ.
ഇവള് അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യ, എനിക്കൊന്നിനും പറ്റുന്നില്ല, ഒന്ന് വേഗം പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സുകുമാരി അവളെങ്ങനെ വീണ്ടും ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അയ്യോ എടി എൻ്റെ പൊന്നു മോളെ ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തും, ഇപ്പം തന്നെ എത്തും, നീ ഇങ്ങനെ നിലവിളിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ജയഭാരതിയുടെ മുത്തശ്ശിലെ മുഖത്ത് എന്തായാലും ഒരു പുച്ഛത്തിൻ്റെ ഭാവമാണ്. കാരണം ഇവരൊക്കെ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ജയഭാരതി മുത്തശ്ശി വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല അവളെ കരച്ചിലിനൊന്നും. സുകുമാരി മുത്തശ്ശിയാണെങ്കിൽ ആ ഡ്രൈവറെ ഇങ്ങനെ ചൂടാവുന്നൊക്കെ ഉണ്ട്. ഇടാ താനിങ്ങനെ കാഴ്ചയും കണ്ട് ഇങ്ങനെ പതുക്കെ പോകാതെ ഒന്ന് സ്പീഡിൽ പോടോന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡ്രൈവറെ മേത്തൊക്കെ കയറി കയർക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി അറിയുന്നുണ്ട് ഇവിടെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് പോയാൽ മതി എന്നൊക്കെ ഈ ഡ്രൈവറോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സുകുമാരി പേടിക്കുന്നുണ്ട്, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടായാൽ ഇവരെ കള്ളത്തരമൊന്നും ചെയ്യാനും പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു പേടിയുണ്ട് സുകുമാരി മുത്തശ്ശിക്ക്. അപ്പോൾ സുകുമാരി ചോദിക്കുന്നുണ്ട് എവിടെ ഏത് ഹോസ്പിറ്റലിൽ, അവിടെ ഒന്നും എൻ്റെ മോളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജയഭാരതി മുത്തശ്ശി അറിയുന്നുണ്ട് വലിയ ഹോസ്പിറ്റലാണ്, ഒരുപാട് ഡോക്ടേഴ്സൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി വീണ്ടും വാശി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണെങ്കിലും പറ്റത്തില്ല എന്നൊക്കെ സുകുമാരി പറയാണ്. പക്ഷേ പ്രിയങ്കയ്ക്ക് എന്തായാലും വേദന സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അവൾ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സുകുമാരി അറിയുന്നുണ്ട് മോളെ ചികിത്സിച്ചൊരു ആശുപത്രി ഉണ്ട്, അങ്ങോട്ട് തന്നെ പോയാൽ മതി എന്നൊക്കെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട് അതൊക്കെ ഒരുപാട് ദൂരമല്ല മുത്തശ്ശി, അതുവരെ അവൾ ഈ വേദന സഹിച്ച് അങ്ങനെ നിൽക്കണം എന്നാണ് മുത്തശ്ശി പറയുന്നതെന്നൊക്കെ രാധിക ചോദിക്കുകയാണ്. അപ്പോൾ സുകുമാരി അറിയുന്നുണ്ട് അവൾ അതൊക്കെ സഹിച്ചോളൂ, അവിടെ തന്നെ ചികിത്സിച്ചാൽ മതി എന്നിട്ട് സുകുമാരി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രിയങ്ക പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശി ഒന്ന് വേഗം പോ മുത്തശ്ശി, എനിക്ക് വേദനിക്കുന്നേ എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. ഒന്ന് അടങ്ങി കിടക്കടി, കാര്യം മനസ്സിലാവാതെ വെറുതെ ഇങ്ങനെ കിടന്ന് കൂവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ശകാരിക്കുന്നുണ്ട്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി ഇത് കണ്ടിട്ട് പറയുന്നുണ്ട് ഈ പോക്ക് പോയാൽ എന്തായാലും ആ ഹോസ്പിറ്റലിൽ നമ്മൾ എത്തില്ല, നമുക്ക് നേരെ ഈ ഹോസ്പിറ്റലിൽ തന്നെ പോകാം സുകുമാരി എന്നൊക്കെ ഇങ്ങനെ ജയഭാരതി മുത്തശ്ശി പറയാണ്. സുകുമാരി പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ രാധിക ദേഷ്യപ്പെടുകയാണ്. പ്രിയയുടെ കാര്യത്തിൽ മുത്തശ്ശിക്ക് ഉത്തരവാദിത്തമുള്ള പോലെ എനിക്കും ഉണ്ട് ഉത്തരവാദിത്തം, അവളെൻ്റെ അനിയത്തിയല്ലേ. ജയഭാരതി മുത്തശ്ശി പറഞ്ഞ ഹോസ്പിറ്റലിൽ തന്നെ പോയാൽ മതി എന്ന് രാധികയും വാശി പിടിക്കുകയാണ്. അപ്പോൾ സുകുമാരി അറിയണ്ടേ എന്നാലേ നീ നിൻ്റെ മുത്തശ്ശിയും കൂടി അങ്ങ് പോയാൽ മതി, ആ ഹോസ്പിറ്റലിലേക്ക് പോരാനേ എന്തായാലും എൻ്റെ മോൾക്കും എനിക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ വാശി തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് രാധികയ്ക്ക് എന്തായാലും കൺഫേം ആയിരിക്കുകയാണ്, കള്ളത്തരം കാണിച്ച് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ഇവർ ഏത് ഹോസ്പിറ്റലിലാണ് പോകുന്നതെന്നും രാധികയുടെ കഴിവനുസരിച്ച് അവൾ തെളിയിക്കാൻ കഴിയുന്നുണ്ട് ഈ പ്രഗ്നൻസിയുടെ സീക്രട്ട് എന്നൊക്കെ. ഓക്കെ ഗൈസ്, ബൈ.